ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു വൻ യുദ്ധത്തിന് തുടക്കമിട്ടത് ഒരു മിസൈലാണ്. ഇറാന്റെ സർവാധികാരി ലോകം ഭയന്ന ആയത്തുള്ള അലി ഖമേനിയുടെ നെഞ്ചു പിളർന്ന് ആകാശത്തുനിന്ന് ആ മിസൈൽ മഴ പെയ്തിറങ്ങിയപ്പോൾ അവസാനിച്ചത് ഒരു യുഗം കൂടിയാണ്. വെറുമൊരു മിസൈലല്ല ഇത്. ശത്രുവിന്റെ കണ്ണുവെട്ടിച്ച് ബഹിരാകാശത്തിന്റെ അതിർത്തി വരെ പോയി തിരിച്ചുവന്ന് ലക്ഷ്യം തകർക്കുന്ന ഇസ്രയേലിന്റെ മാന്ത്രികായുധം ബ്ലൂ സ്പാരോ. ഒളിത്താവളത്തിൽ സുരക്ഷിതരാണെന്ന് കരുതിയ ഖമേനിയെ പുറത്തെത്തിച്ച് അപ്രതീക്ഷിതമായി കൊട്ടാരത്തിന് മുകളിൽ മിസൈലുകളുടെ പ്രളയം സൃഷ്ടിച്ച ഇസ്രയേൽ തന്ത്രത്തിന് മുന്നിൽ ഇറാൻ പകച്ചുപോയെന്ന് തന്നെ പറയാം. ഈ ഒരു ആക്രമണമാണ് ഇതുവരെ ഇല്ലാത്ത വിധം പശ്ചിമേഷ്യയെ ഒരു മഹായുദ്ധത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത്. ഖമേനിയെ കൊന്ന ആ മാരക മിസൈലിന്റെ രഹസ്യങ്ങളും മൊസാദ് ഒരുക്കിയ ആ ചതിക്കുഴിയും നമുക്കൊന്ന് വിശദമായി പഠിക്കാം. ഇറാന്റെ ഹൃദയഭാഗത്തെ ഖമേനിയുടെ കൊട്ടാരത്തിന് നേരെ ഇസ്രയേൽ തൊടുത്തത് കുറഞ്ഞത് 30 മിസൈലുകളെങ്കിലുമായിരുന്നു. അതിലേറ്റവും മാരകമായത് ബ്ലൂ സ്പാരോ എന്ന അത്യാധുനിക മിസൈലുകളാണ്. ഇവയുടെ പ്രവർത്തന രീതി കേട്ടാൽ ഏതൊരാളും അത്ഭുതപ്പെടും. വിക്ഷേപിച്ച ഉടൻ തന്നെ അന്തരീക്ഷം വിട്ട് ബഹിരാകാശത്തിന്റെ അരികിലേക്ക് കുതിക്കുന്ന ഈ മിസൈലുകൾ അവിടെ നിന്ന് പെട്ടെന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറങ്ങി ലക്ഷ്യസ്ഥാനത്തേക്ക് ഇരച്ചു കയറുന്നു. ഇത്തരത്തിൽ ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ശത്രുവിന്റെ റഡാറുകൾക്കോ പ്രതിരോധ സംവിധാനങ്ങൾക്കോ ഇവയെ തടയുക എന്നത് അസാധ്യമാണ്. ഇസ്രയേൽ നിർമ്മിതമായ ഈ മിസൈലുകൾക്ക് ഏകദേശം 1240 മൈൽ ദൂരപരിധിയും ഏകദേശം 1.9 ടൺ ഭാരവുമുണ്ട്. യഥാർത്ഥത്തിൽ 2013 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ച ഇവയെ അവയുടെ അസാമാന്യ വേഗത കണക്കിലെടുത്ത് വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മാരകായുധമാക്കി ഇസ്രയേൽ പരിഷ്കരിക്കുകയാണുണ്ടായത്. ബ്ലൂ സ്പാരോ മിസൈലുകൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ആ ബഹിരാകാശ യാത്രയാണ് ഇതിന്റെ യഥാർത്ഥ വിജയരഹസ്യം. യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിച്ച ശേഷം ബൂസ്റ്റർ റോക്കറ്റുകൾ ഇവയെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ച് റീ എൻട്രി വാഹനം ബൂസ്റ്ററിൽ നിന്ന് വേർപെട്ട് കൃത്യമായി ലക്ഷ്യം ലോക്ക് ചെയ്യുന്നു. തുടർന്ന് അതിവേഗത്തിൽ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറങ്ങുന്ന മിസൈൽ വൻ സ്ഫോടന ശേഷിയോടെ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നു. 1950കളിലും 60കളിലും സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച സ്കഡ് മിസൈലുകളിൽ നിന്നാണ് ബ്ലൂ സ്പാരോയുടെ അടിസ്ഥാന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്. ബ്ലാക്ക്, സിൽവർ എന്നിങ്ങനെ വ്യത്യസ്ത വകഭേദങ്ങളിലും ഇവ ലഭ്യമാണ്. ഒരിക്കൽ കാലാഹരണപ്പെട്ടതെന്ന് കരുതിയ ഈ വിദ്യയെ ഇസ്രയേൽ ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ ഒരു ആയുധമാക്കിയാണ് മാറ്റിയിരിക്കുന്നത്. എന്നാൽ ഈ മിസൈലുകൾ തൊടുക്കുന്നതിന് മുമ്പ് ഇസ്രയേൽ നടത്തിയ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ സിനിമകളെപ്പോലും വെല്ലുന്നതാണ്. ഇറാനിലെ തെരുവ് ക്യാമറകൾ ഹാക്ക് ചെയ്ത മൊസാദ് ഖമേനിയുടെ അംഗരക്ഷകരുടെ ഓരോ നീക്കവും നിരീക്ഷിച്ചു. അവരുടെ വിലാസങ്ങൾ, ശീലങ്ങൾ, അവർ സംരക്ഷിക്കുന്ന നേതാക്കളുടെ ഷെഡ്യൂൾ എന്നിവയെല്ലാം ടെലവീവിലെ ഇസ്രയേൽ ആസ്ഥാനത്തേക്ക് തത്സമയം എത്തിക്കൊണ്ടിരുന്നു. ഇതിനൊപ്പം തന്നെ ഇറാനെ വിശ്വസിപ്പിക്കാൻ ഒരു വലിയ നാടകവും ഇസ്രയേൽ കളിച്ചു. ഇസ്രയേൽ സൈന്യം അഥവാ IDF പ്രവർത്തനങ്ങൾ കുറച്ചുവെന്നും ശബ്ബത്ത് അഥവാ അവധിക്ക് സൈനികരെല്ലാം വീട്ടിലേക്ക് പോയെന്നും ഇറാനെ വിശ്വസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇസ്രയേൽ ആക്രമിക്കില്ലെന്ന് കരുതി ആത്മവിശ്വാസത്തോടെ ഖമേനി ഒളിവിടത്തിൽ നിന്ന് പുറത്തുവന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ കാണാൻ തീരുമാനിച്ചതാണ് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ വിനയായത്. വേഷം മാറി തിരിച്ചെത്തിയ IDF ഉദ്യോഗസ്ഥരും പൈലറ്റുമാരും കൃത്യസമയത്ത് ആകാശത്ത് നിലയുറപ്പിച്ചു. ശനിയാഴ്ച രാവിലെ ഖമേനിയും കുടുംബവും ഒത്തുചേർന്ന നിമിഷം തന്നെ മിസൈൽ മഴ പെയ്തിറങ്ങി. ഈ ദാരുണമായ ആക്രമണത്തിൽ ഖമേനിക്കൊപ്പം അദ്ദേഹത്തിന്റെ 79 വയസ്സുള്ള ഭാര്യ മൻസൂരെ ഗൊജസ്തെ ബാഗ്രസാദയും മകളും പേരക്കുട്ടിയും മരുമക്കളും കൊല്ലപ്പെട്ടു. കൂടാതെ ഇറാന്റെ ഉന്നത സൈനിക നേതാക്കളായ റിയർ അഡ്മിറൽ അലി ഷംഖാനിയും IRGC കമാൻഡർ മേജർ ജനറൽ മുഹമ്മദ് പക്പൂറും തൽക്ഷണം കൊല്ലപ്പെട്ടു. ഇറാന്റെ സൈനിക നേതൃത്വത്തെയും ഭരണതലത്തെയും ഒരേ സമയം തകർക്കാൻ ഈ ഒരൊറ്റ മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രയേലിന് കഴിഞ്ഞു. ബ്ലൂ സ്പാരോ മിസൈലുകൾ ഖമേനിയുടെ കൊട്ടാരത്തിന് മുകളിൽ വീണപ്പോൾ തകർന്നത് ഇറാന്റെ ആത്മവിശ്വാസം കൂടിയാണ്. ബഹിരാകാശത്തിലൂടെ സഞ്ചരിച്ച് ശത്രുവിന്റെ കണ്ണു വെട്ടിക്കുന്ന ഈ സാങ്കേതിക വിദ്യ യുദ്ധതന്ത്രങ്ങളിൽ പുതിയൊരു വിപ്ലവത്തിന് തന്നെയാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഖമേനിയുടെ മരണം ഇറാനെ തളർത്തിയില്ല എന്നത് മാത്രമല്ല, അത് വലിയൊരു തിരിച്ചടിക്ക് പ്രേരകമായി എന്നുകൂടിയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിമറിക്കാൻ ആ ഒരൊറ്റ മിസൈൽ ധാരാളമായിരുന്നു.